ശ്രീദേവ്, ജമാഅത്തെ ഇസ്ലാമിയെയും മറ്റ് വർഗീയ സംഘടനകളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം വിമർശിക്കുന്നുണ്ട്. പണ്ടൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ വിമർശിക്കത്തേ ഇല്ലായിരുന്നു. എനിക്കിത് ഈ വർഗീയ സംഘടന വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഈ മലയുടെ മണ്ടയിൽ കുരിശു കൊണ്ടുവച്ചപ്പോൾ ശ്രീരാം വെങ്കട്ടരാമൻ അത് പൊളിച്ചു കളഞ്ഞിട്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണമായിരുന്നു, മുഖ്യമന്ത്രി 2016 കയറിയപ്പോൾ കുരിശെന്ത് പിഴച്ചു. ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പരകോടിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ ഇസ്ലാം സമൂഹത്തിനെതിരെ വരുന്ന എന്ത് കാര്യം വന്നാലും മുഖ്യമന്ത്രി അത് ഡിഫെൻഡ് ചെയ്യും. അവരെന്ത് തന്നെ ചെയ്താലും അവർ നിരപരാധികളാണെന്ന് എം സ്വരാജ് പറയുന്നത് പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് പറഞ്ഞു. ഇപ്പോൾ പക്ഷേ എല്ലാം നേരെ തിരിഞ്ഞു. എന്താ സംഭവിക്കുന്നത്? അതോടൊപ്പം മറ്റൊരു ചോദ്യം, എന്താണ് ഈ ഹമാസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല. ഹമാസ് പ്രണയം അവസാനിച്ചു. അതെ, കാരണം ജനങ്ങൾ പിണറായിയാണ് ഇഷ്ടപ്പെട്ടത്. പിണറായി ഇഷ്ടപ്പെട്ട ഹമാസിന്. അതെ 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 അങ്ങനെ എല്ലാം തിരിഞ്ഞു വന്നപ്പോൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് CPM വിലയിരുത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് എന്തായാലും 2026 ലക്ഷ്യമിട്ട് പോകുമ്പോഴാണ് അദ്ദേഹം ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കിയാൽ മതി, ഹമാസിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. നിരന്തരം മുസ്ലിം ലീഗിനെ ലക്ഷ്യമിടുകയാണ്, SDP ലക്ഷ്യമിടുന്നു, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ BJP നേതാക്കൾ പോലും ഇത്രയും വലിയ വിമർശനം ഉന്നയിക്കുന്നില്ല. BJP നേതാക്കൾ മുനമ്പവും വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തെ മതരാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല എന്ന തൻ്റെ ഇടത്തോടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വലിയ വിമർശനങ്ങളാണ് തുടർച്ചയായി തന്നെ. കാരണം ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്തും വയനാട്ടിലുമെല്ലാം അദ്ദേഹം ഈ സംസാരിക്കാൻ പോകുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ സംഘടനകൾക്കെതിരെ ഉന്നയിച്ചത്. ഇതാ ഇപ്പോൾ പാലക്കാട് ഇലക്ഷനിലെ റിസൾട്ട് വന്നതിന് പിന്നാലെയും പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി അതോടൊപ്പം തന്നെ SDP-യെയും മുസ്ലിം ലീഗിനെല്ലാം വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അന്ന് ഏതാണ് സഖ്യമുണ്ടല്ലോ, BJP-യും അതോടൊപ്പം ലീഗുമായുള്ള കൊലീബി സഖ്യമുണ്ട്. ആ സമയത്ത് പോലും SDP അതോടൊപ്പം തന്നെ SDP ഇല്ലായിരുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാതിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായികളായി മാറിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പിണറായി വിജയന് പിന്തുണ നൽകുന്ന രീതിയിൽ ഗോവിന്ദനും രംഗത്തെത്തി. അദ്ദേഹം പ്രധാനമായി ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വലിയ വിമർശനം ഉന്നയിക്കുന്നത്. രാഹുലിൻ്റെ വിജയത്തിന് പിന്നിൽ SDP ആണെന്ന് സുരേന്ദ്രൻ പറയും മുൻപ് തന്നെ ഗോവിന്ദൻ്റെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജേഷിൻ്റെ പ്രസ്താവന വരുന്നു. അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ ഗുരുതരമായ ഒരു ആക്ഷേപം എന്തായാലും വരുന്നുണ്ട്. കാരണം ഈ SDP പ്രവർത്തകർ ഗ്രീൻ ആർമി എന്ന പേരിൽ ഖുറാനുമായി ഈ മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളിലെത്തി ഈ തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് സത്യം ഇടിയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ SDP-യെയും മുസ്ലിം ലീഗിനെ ലക്ഷ്യമിട്ട് ആയിരുന്നു ഇപ്പോൾ എന്തായാലും CPM നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ P ജയരാജൻ്റെ ഭാഗത്തു നിന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. എന്താണോ മുൻപ് RSSും സംഘപരിവാർ നേതാക്കളും പറഞ്ഞിരുന്നത് അതിന് സമാനമായ കാര്യങ്ങളാണ് ആ പുസ്തകത്തിലുമുള്ളത്. കേരളത്തിൽ നിന്നും വലിയ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നു. അതോടൊപ്പം തന്നെ IS-ൽ ഉൾപ്പെടെ കണ്ണൂരിൽ നിന്നുവരെ തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുവരെ യുവാക്കൾ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിൽ കേരളത്തെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇതൊരു പാർട്ടി തീരുമാനമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെ എല്ലാം വിമർശിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ എന്തായാലും ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ വോട്ട് വാങ്ങിയാണ് വർഷങ്ങളായി 3 പതിറ്റാണ്ടായി കേരളത്തിൽ CPM വിജയിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തമിഴ്നാട്ടിലെ രാജസ്ഥാനിലെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയത്തിന് പിന്നിൽ തങ്ങളുടെ സഹായം കൊണ്ടാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു. അതോടൊപ്പം തന്നെ SDP-യെയും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. SDP പറയുന്നത് പല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രത്യേകിച്ച് നേമത്ത് ശിവൻകുട്ടിയുടെ വിജയത്തിന് പിന്നിലും തങ്ങളുടെ പങ്കാണെന്നും SDP പറയുന്നു. എന്തായാലും വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല പാർട്ടി ഗ്രാമങ്ങളിലും ലോക്സഭാ കാലത്ത് പല പാർട്ടി ഗ്രാമങ്ങളിലും BJPക്ക് കടന്നു കയറാനുള്ള ഒരു അവസരം ഒരുക്കിയത് ഈ മുസ്ലിം പ്രീണനം കൊണ്ടാണെന്ന് CPM തിരിച്ചറിയുന്നു. അതിനാലാണ് തങ്ങളിൽ നിന്ന് നഷ്ടമായ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചെത്തിക്കുക. ആ തിരിച്ചെത്തിക്കുന്നത് വഴി 2026 വീണ്ടും നിയമസഭയിൽ മുഖ്യമന്ത്രിയായി വരാനാണ് പിണറായി വിജയൻ്റെയും ആഗ്രഹം. അതോടൊപ്പം തന്നെ CPMൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇപ്പോൾ പല ചർച്ചകൾ ഉയരുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനാണല്ലോ തുടർച്ചയായ ഒരു മുഖ്യമന്ത്രി ജയിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ആയിരിക്കും ഇനിയൊരു വിജയമുണ്ടാവണം
ഉണ്ടായാൽ അതിൻ്റെ അർഹത പിണറായി വിജയനായിരിക്കും. അതിൻ്റെ വിജയമായാലും തോൽവിയായാലും അദ്ദേഹമായിരിക്കുമല്ലോ അതിൻ്റെ ഉത്തരവാദി. അതിനാൽ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും വീണ്ടും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തുടർച്ചയായി നാം എല്ലാ തെരഞ്ഞെടുപ്പും എടുത്തു നോക്കിയാൽ 2006 90 സീറ്റോടെയാണ് VS അച്യുതാനന്ദൻ വരുന്നത്. പിന്നീട് 2016 91 സീറ്റോടെ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. 2021 അത് 99 വർദ്ധിപ്പിക്കുന്നു. എല്ലാ കാലത്തും ഒരു 70 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ അർഹതപ്പെട്ടതാണ്. പിന്നീട് അതിൻ്റെ ഇടക്കാലത്തുള്ള ഉമ്മൻചാണ്ടി സർക്കാർ മാത്രമാണ്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് 72 സീറ്റും CPM-ന് 68 സീറ്റും കിട്ടി. നാം എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിൽ ഒരു 70 സീറ്റിൽ വിജയിക്കാനുള്ള കഴിവ് ഇപ്പോഴും സംഘടനാപരമായ കഴിവ് CPM-നുണ്ട്. അത് കുറച്ചും കൂടെ ഒരു തരംഗം ഉണ്ടാകുകയാണെങ്കിലാണ് അത് 90-ലേക്കും 95-ന് മുകളിലേക്കും പോകുന്നത്. അത്തരത്തിലൊരു 75 സീറ്റ് നേടി വീണ്ടും അധികാരം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM. അതിന് തങ്ങളുടെ അടിത്തറ വോട്ടുകളായ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ആവശ്യമാണ്. അതിന് ഈ മുസ്ലിം പ്രീണനം കൊണ്ട് നടക്കില്ല. കാരണം ഈ 2021 സമയത്ത് ഈ സ്വതന്ത്രയെ വെച്ച് മലപ്പുറത്ത് ഒരു കളി കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഒരു 5-ലധികം MLA-മാരെ ലഭിച്ചിരുന്നു. പക്ഷേ ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രി വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ 5-ൽ നിന്നും 10-ലേക്കും 10-ൽ നിന്നും 15-ലേക്ക് സ്വപ്നം കൊണ്ടായിരിക്കാം ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ലാതെ നാം 1957 നോക്കിയാലും ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൻ്റെ വലിയ രീതിയിലുള്ള വോട്ട് കൊണ്ടാണ് ആദ്യ സർക്കാർ വന്നതായാലും. ഇപ്പോൾ 1900 ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. കേരളത്തിലെ ലോകത്തിൽ തന്നെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ബാലറ്റിലൂടെ വന്നത് ഈ കേരളത്തിലാണ്. അന്ന് നോക്കിയാൽ നമുക്കറിയാം ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ ഉണ്ട്. എല്ലാ കാലത്തും ഈ പിന്നോക്ക വിഭാഗം കാരണം ഈ മുസ്ലിം ലീഗിനെതിരെയെല്ലാം പണ്ടും EMS ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നല്ലോ. എങ്ങനെ EMS-ന്റെ മോളയും കിട്ടും അങ്ങനെ എന്തോ ഒരു മുദ്രാവാക്യം 5-ഉം കെട്ടും 10-ഉം കെട്ടും വേണ്ടി വന്ന EMS-ന്റെ ഓളയും കിട്ടും. ആ മുദ്രാവാക്യമെല്ലാം മുഴക്കിയിരുന്നല്ലോ. ആ കാലത്ത് തന്നെ അത്തരം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അത്ര എതിർപ്പ് വരുമ്പോഴും CPM ശക്തിപ്പെടുകയാണ് ചെയ്തത്. കാരണം ആ എതിർപ്പ് വരുമ്പോൾ എവിടെ ഏകീകരണം ഉണ്ടാവുകയാണ്. മറുവശത്ത് പിന്നോക്കർ ഒറ്റക്കെട്ടായി CPM പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ പിന്തുണ മറന്ന് പിണറായി എന്നാണോ മറുപക്ഷത്തേക്ക് പോയത് അന്ന് പരാജയം സംഭവിച്ചു. പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന രീതിയിൽ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് എന്തുകൊണ്ട് തോറ്റു എന്ന് പറയാൻ ഒരു ഉത്തരമില്ലാതിരുന്നു. കാരണം 2019 തോൽക്കുമ്പോൾ പറയും ശബരിമല വിഷയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തവണ ഒരു വിഷയമില്ല. എന്താണ് വിഷയം? അങ്ങനെ ഇല്ലാതായ ഒരു അവസ്ഥയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെയാണ് പാർട്ടി ട്രാക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നേടാൻ ചിലപ്പോൾ വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ്. ഇനി ചിലപ്പോൾ പിണറായി വിജയൻ ശബരിമല സന്ദർശിക്കും, വേണമെങ്കിൽ ഗുരുവായൂർ സന്ദർശിക്കും, വേണമെങ്കിൽ രാമക്ഷേത്ര സന്ദർശിക്കും, മുസ്ലിം ലീഗിനെ എതിർത്ത് പറയും, എന്തെല്ലാം നാം കാരണം അങ്ങനെ ഒരു സാഹചര്യമാണ്. അദ്ദേഹം നിർത്തുന്നില്ല. അദ്ദേഹം പാലക്കാട് എന്ന് പറഞ്ഞോ വയനാട് എന്ന് പറഞ്ഞോ കോഴിക്കോട് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ലക്ഷ്യം ഹൈന്ദവ വോട്ട് നേടുക എന്നതാണ്. കാരണം അവരുടെ അടിത്തറ ഇതാണല്ലോ. അവരുടെ ബേസിക് അടിത്തറയിലൂടെ വോട്ട് വാങ്ങി ഒരു 75 സീറ്റോടെ വീണ്ടും അധികാരത്തിൽ വരിക. കാരണം ഇന്ത്യയിൽ തന്നെ ഈ പാർട്ടി ഇനി ഒരിടത്തും ഇല്ല. ആകെ ഉള്ളത് ഈ അറബിക്കടലിൻ്റെ അടുത്തുള്ള തീരത്ത് മാത്രമാണ് ഇനിയുള്ളത്. ബംഗാളിൽ ഇല്ലാതായി, ത്രിപുരയിൽ ഇല്ലാതായി. ഇനി എല്ലാം ഈ ബേ ഓഫ് ബംഗാളിൻ്റെ അടുത്തും അറബിക്കടലിൻ്റെ അടുത്തൊക്കെയാണ്. എല്ലാം അങ്ങോട്ടടുത്ത് ചാടാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനിയൊരു സംസ്ഥാനമില്ല, ആകെ ഈ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലത്തെങ്കിലും പിടിച്ചു നിർത്തുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം.